ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം ഞാൻ ഇന്ന് വീടൊക്കെ മാറിയിട്ടുണ്ട് കണ്ടോ. ഞാനിപ്പോൾ നിൽക്കുന്നത് എൻ്റെ അച്ഛമ്മയുടെ വീട്ടിലാണ്, എൻ്റെ മാമച്ചാച്ചൻ്റെ വീട്ടിൽ. സോ ഞങ്ങൾ കുറച്ച് നേരമായിട്ടുണ്ട് വന്നിട്ട്. അപ്പം ഞങ്ങളിവിടെ ഞാൻ രാവിലെ വന്നതാണ്. ഫോൺ ഉണ്ടായിരുന്നില്ല, അവിടെ വീഡിയോ എടുക്കാഞ്ഞത്. അച്ഛനമ്മ വന്നപ്പോഴാണ് ഫോൺ ഉള്ളത്. ഈ സാധനത്തിന് നിങ്ങളിതുവരെ കണ്ടിട്ടുണ്ടാവില്ല. ഇതാണ് ഇത്തു, എൻ്റെ പാപ്പൻ്റെ മോളെ. ഞാൻ നല്ല കാണിച്ചിട്ടുണ്ടായിരുന്നില്ലേ കിച്ചൺ ക്ലീനിങ് വ്ളോഗിൽ. അത് താഴുള്ളത്, ഇത് മൂത്തത്. സോ ഞങ്ങളിങ്ങനെ വെറുതെ ഇരിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു പാളുണ്ട്, അപ്പോൾ പാള വലിച്ച് കളിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ഇവിടെ പാള വലിച്ച് കളിക്കാമെന്ന്. അപ്പോൾ ഇവിടേക്ക് ഞങ്ങൾ എന്തിനാണ് വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ ഒന്ന് പൂരാണ് ഗൈസ്. ഇവിടെ ഒരു അമ്പലമുണ്ട്, ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് വീടിൻ്റെ. അപ്പോൾ അവിടെ ഒരു അമ്പലമുണ്ട്. ആ അമ്പലത്തിൽ ഇന്ന് പൂരാണ് ഗൈസ്. ആക്ച്വലി ആനയൊക്കെ ഉണ്ടെന്ന് വിചാരിച്ചിട്ടാണ് വന്നത്, ബട്ട് ആനയില്ല. ചമ്മി പോയില്ല. പൂരം ഇവിടെ ഉണ്ട്, ആനയില്ലാത്ത പൂരം. ദെൻ വേറെ കുറേ പരിപാടികളൊക്കെ ഉണ്ട്. അപ്പം ഞങ്ങൾ വിചാരിച്ചു ഞാൻ പാള വലിച്ച് കളിക്കാം. പാള വലിക്കാനാണ്. അങ്ങനെ ഗൈസ് ഞങ്ങൾ പാള വലിക്കാമെന്ന് വിചാരിച്ചിട്ടാ. അപ്പോൾ ഫസ്റ്റ് ഞാനാണ് ഇരുന്നത്. വസിയും ഞാനും തമ്മിൽ വടംവലിയായിരുന്നു കേട്ടോ. ഫസ്റ്റ് ഞാൻ ഇരുന്നിട്ട് വസിക്കാണെങ്കിൽ വലിക്കണം എന്ന് പറഞ്ഞ് വാശി പിടിച്ചിട്ട് വസി വലിച്ചിട്ട് ഒരു തരി പോലും അനങ്ങണില്ല. എന്നെ വലിക്കാൻ കിട്ടാത്തതിൻ്റെ ദേഷ്യത്തിന് ഞാൻ ഒരു മെച്ചിങ്ങൊക്കെ എടുത്ത് എറിഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഞാൻ ഇത്തൂനെ വലിക്കാൻ നിന്ന് ഇത്തൂനെ ഇരുത്തിയിരുന്നത്. വലിക്കണതിൻ്റെ ഇടയിൽ വസി അവിടെ വീണു. വസി വീണിട്ട് അവിടെ കിടക്കുന്നുണ്ടായിരുന്നു, കരയിഞ്ഞു വന്നിട്ട്. ഇതാണ് കേട്ടോ അപ്പോൾ എൻ്റെ മാമച്ചാച്ചൻ്റെ വീട്. ദെൻ ഇതാണ് എൻ്റെ ക്യൂട്ട് പുത്തിമാമ. ഞങ്ങളാണെങ്കിൽ അവിടെ ഭയങ്കര പോസ്റ്റാണ് കേട്ടോ. അവരെല്ലാവരും കിടന്ന് വർത്താനം പറയുമ്പോൾ. അതിന് ശേഷം ഞങ്ങൾ ഫുഡ് അടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു, എന്നിട്ടാണ് ഞാൻ വീഡിയോ എടുത്തത്. അപ്പോൾ ചായ കുടിക്കായിരുന്നു. അപ്പോൾ പഴംപൊരിയും സമൂസയും ബിസ്ക്കറ്റൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ ആദ്യം ഒരു പഴംപൊരിയും പിന്നെ ഒരു സമൂസയും കഴിച്ചു, പിന്നെ ചായ. ഞാനിത് ആ പൂരത്തിൻ്റെ സ്ഥലത്ത് പോവാണ്, കൊട്ടൊക്കെ കേൾക്കണില്ലേ. അപ്പോൾ നമ്മൾ നേരത്തെ ഞാൻ അങ്ങോട്ട് വന്നിട്ടുണ്ടായിരുന്നു, ഫോൺ എടുത്തിട്ടുണ്ടായിരുന്നില്ല, അതുകൊണ്ട് ഇതാക്കാൻ മറന്നു. അപ്പം ഞാൻ എന്താ വസിയും പീലിയും പിന്നെ ഇതാ ഇതളും ഇത്തും. വസി ഓടല്ല. അപ്പോൾ ഞങ്ങൾ നാലാളും കൂടിയാണ് പോണത്. ഞാൻ അവിടുത്തെ വിശേഷങ്ങൾ കാണിച്ചത്. ആനല്ലേ ഗൈസ്, അതാണ് ഏറ്റവും കോമഡി. വെറുതെ കൊട്ട് മാത്രമേ ഉള്ളൂ. കാണിച്ചത്. അങ്ങനെ ഗൈസ് കണ്ട, ഇതാണ് കേട്ടോ അവിടുത്തെ പൂരത്തിന്. ആന ഇല്ലാണ്ട് അവരൊരു ചെയറുമ്മ ആ ഒരു ആനയുടെ മുകളിൽ വയ്ക്കുന്ന സാധനമില്ലേ, അതിനെന്താ പറയുക, തിടമ്പ അങ്ങനെ എന്തോ ആണ് അതിന് പറയുക. അപ്പം അത് വെച്ചിട്ട് അവിടെ നിന്ന് കൊട്ടുകയാണ് കേട്ടോ. പിന്നെ ഇതാ ഇവിടെ പഞ്ഞിയുടെ ഒരു മരം ഉണ്ട് കേട്ടോ. അപ്പോൾ അത് കണ്ടപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര കൗതുകം. അപ്പോൾ ഗൈസ് നിങ്ങൾ കണ്ടല്ലോ, സംഭവം ഭയങ്കര കോമഡിയാണ്. പ്രത്യേകിച്ച് ഒന്നുമില്ല. ഞാൻ രണ്ടാമത്തെ ട്രിപ്പ് പോണത് എനിക്ക് കണ്ട് മടുത്തു. കോമഡിയാണ് ഭയങ്കര. അതുകൊണ്ട് തന്നെ എനിക്ക് കണ്ടു മടുത്ത കാരണം ഞങ്ങൾ തിരിച്ചു പോന്നു. രാത്രി ഗൈസ് ഇവിടെ കുറേ പരിപാടികളുണ്ട്. അപ്പോൾ നമുക്ക് രാത്രി പോകാനാണ് ഏറ്റവും നല്ലത്. അപ്പം ഞങ്ങൾ വിചാരിച്ചു രാത്രി പോകാണ്. അപ്പോൾ രാത്രി ഇവിടെ കൈകൊട്ടുകളി, തിരുവാതിര, പിന്നെ കുട്ടികളുടെ പരിപാടിയൊക്കെ ഉണ്ടെന്ന് പറയുന്നുണ്ട്, അറിയില്ല. അപ്പം അങ്ങനത്തെ പരിപാടികളൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് രാത്രി പോവാം. ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ രാത്രിയിൽ കാണിച്ചു തരാം. ഹലോ ഗൈസ്, അപ്പം നമ്മുടെ മറ്റേ പരിപാടികളൊക്കെ തുടങ്ങുമ്പോഴേക്കും നല്ല ലേറ്റ് ആവും. ഒരു 8 മണിയൊക്കെ ആകുമ്പോഴേക്ക് തുടങ്ങുള്ളൂ. അപ്പം നമ്മൾ വിചാരിച്ചു കടലാണാൻ പോകാമെന്ന്. പിന്നെ തൊട്ടടുത്താട്ടോ, നടക്കാനുള്ള ദൂരമുള്ളൂ കടലാണാൻ പോകാൻ. അപ്പം നമ്മൾ വിചാരിച്ചു കടലാടാൻ പോകാമെന്ന്. അപ്പോൾ അച്ഛമ്മയും അമ്മയും പിന്നെ പിള്ളേർ സെറ്റ് എല്ലാവരും ഉണ്ട്. അപ്പം ഞങ്ങളെ കൂടിയിട്ടാണ് കടല. അങ്ങനെ ഗൈസ് നമ്മൾ വീട്ടിലെത്തിയിരിക്കുന്നു. ഞങ്ങൾ വരുന്ന വഴിക്ക് ഒരു നായ ചങ്ങല ഞങ്ങളെ പിന്നാലെ തന്നെ വരിക. ഞങ്ങൾ കുറേ പേര് ഞങ്ങളെ പിന്നാലെ തന്നെ വരിക. പിന്നെ ഓക്കെ. ഹലോ ഗൈസ്, ക്യാമറയ്ക്ക് തീരെ ക്ലിയർ ഉണ്ടാവില്ല, കാരണം ഇരുട്ടായിട്ടുണ്ട്. ഞങ്ങളിപ്പോൾ കണ്ണ് കെട്ടി കളിക്കാൻ പോകട്ടെ. അപ്പോൾ ഇത്തുവാണ് ക്യാച്ചറ്. അപ്പോൾ കളിക്കാൻ നമുക്ക് നമ്മൾ ഈ ഇൻ്റർലോക്ക് വിരിച്ചോർത്ത് കൊണ്ടിട്ട് കളിക്കുന്നുള്ളൂ. അങ്ങനെ സമയം പോകണ്ടേ. ഞങ്ങൾ വന്നപ്പോൾ ഒരു 6 മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നുള്ളൂ. എന്നിട്ട് സമയം പോവാത്ത കാരണം ഞങ്ങൾ കണ്ണ് കെട്ടി കളിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഫസ്റ്റ് തന്നെ ഇത്തുവാണ് ക്യാച്ചറായത്. ഇത്തു അവിടെ കിടന്ന് എന്തൊക്കെയാണ് കാണിക്കണേ. ഞാൻ കറക്കിയപ്പോൾ അവളൊന്ന് വീണു കേട്ടോ. ആക്ച്വലി അവൾ കിടന്ന് കരഞ്ഞു. ബട്ട് അത് കഴിഞ്ഞിട്ട് നമ്മൾ അങ്ങോട്ട് പോയിട്ട് അപ്പോൾ ആ പീലി ഒരു പാട്ട് പാടി. ഞാൻ കുഞ്ഞ് ഷോർട്സ് കാണിച്ചുതരാം അതിൻ്റെ. അതിനുശേഷം നമ്മുടെ തിരുവാതിരയൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അടുത്തതാണ് കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു. ഒരു കുഞ്ഞു ഉണ്ണിയാട്ടോ, ഇനി UKG ആവാൻ പോണതേ ഉള്ളൂ. നല്ല രസത്തിൽ നല്ല ക്യൂട്ടായിട്ട് ഡാൻസ് കളിച്ചു കേട്ടോ. ചിങ്കു എന്നാണ് കേട്ടോ ഇതിൻ്റെ പേര്.
ഈ ഉണ്ണിയുടെ പേര്. അപ്പോൾ ഈ ഉണ്ണി പാട്ടും പാടിയിട്ടുണ്ടായിരുന്നു. പാട്ട് പാടുമ്പോഴായാലും ഡാൻസ് കളിക്കുമ്പോഴായാലും നല്ല രസമുണ്ടായിരുന്നു കേട്ടോ കാണാൻ. അതിനുശേഷം എന്താ അടുത്തൊരു തിരുവാതിരക്കളിയായിരുന്നു. ഇത് നല്ല രസമുണ്ടായിരുന്നു. 3-4 തിരുവാതിരക്കളി അങ്ങനെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതും നല്ല രസമുണ്ടായിരുന്നു കാണാനായിട്ട്. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. കുറേ ആൾക്കാരൊക്കെ ഉണ്ടായി, നമുക്ക് അറിയണ കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതാക്കണ്ടോ, ഇങ്ങനെ നല്ല രസത്തിൽ തന്നെ അവർ ഡാൻസൊക്കെ കളിച്ചിട്ടുണ്ട്. അടുത്തത് ഒരു കൈകൊട്ടിക്കളിയാണ് കേട്ടോ. അതെനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു, നല്ല രസമുണ്ടായിരുന്നു കേട്ടോ കാണാൻ. ഇതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് തിരുവാതിരയിൽ. നല്ല രസമുണ്ടായിരുന്നു. ഭൈരവൻ്റെ പാട്ടും കുറേ പാട്ടൊക്കെ ആയിട്ട് നല്ല രസമുണ്ടായിരുന്നു. തിരുവാതിര കളിച്ച ചിലരൊക്കെ കളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഈ കൈകൊട്ടി കളിയിൽ. അതിൻ്റെ സൈഡിലായിട്ട് കുറേ ആൾക്കാർ ഇന്ന് ഡാൻസൊക്കെ കളിക്കുന്നുണ്ട് ഈ പാട്ടിനനുസരിച്ചിട്ട് കേട്ടോ. അപ്പോൾ നല്ല രസമുണ്ടായിരുന്നു കാണാനായിട്ട്. ഇത് കഴിഞ്ഞിട്ട് ഞാൻ നേരെ വീട്ടിലേക്ക് പോയിട്ടാണ്. വീട്ടിലേക്ക് പോണ വീഡിയോ ഒന്നും. എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ.